തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വന്നെത്തിയിരിക്കുകയാണ്. നാട് മൊത്തം രാഷ്ട്രീയ പശ്ചാത്തലമാണ്, രാഷ്ട്രീയ ചർച്ചകളാൽ മുഖരിതമാണ് നാട് മുഴുവൻ. കഴിഞ്ഞ ഗുരുവായൂർ നഗരസഭ ഭരണസമിതിയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും നിരന്തരം വാർത്തകളിൽ ഇടം നേടുകയും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും വ്യത്യസ്തമായ ഒരു കൗൺസിലറായി ഭരണസമിതിയിൽ നിലകൊള്ളുകയും ചെയ്ത ഒരാൾ ഇത്തവണയും മത്സരരംഗത്തുണ്ട്. ഗുരുവായൂർ നഗരസഭയിലെ 10ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KM മെഹ്റൂഫാണ് നമ്മളോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്. പൂർവ്വകാലങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സംഭവം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം വാർഡ് വിഭജനത്തിന് ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ നഗരസഭ, ഗുരുവായൂർ നഗരസഭയിൽ ഉണ്ടായിരുന്ന വാർഡുകൾ വിഭജിച്ചപ്പോൾ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമായി പോയ ഒരു വാർഡായിരുന്നു കഴിഞ്ഞ 10ാം വാർഡ്. കാരണം ആ വാർഡിലുള്ള എല്ലാ വോട്ടർമാരെയും മറ്റു വാർഡുകളിലേക്കാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ട് നഗരസഭയിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രതിനിധി എന്ന രീതിയിൽ എങ്ങനെയാണ് പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ആദ്യം നമുക്ക് ഒരുപാട് പ്രയാസം തോന്നിയൊരു വിഷയമാണ്. കാരണം ഒരുപാട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. അതിന് സ്മൈലിംഗ് പാലുവ എന്ന ഒരു രീതിയിൽ ആ വാർഡിലുള്ള ജനങ്ങളെ കൂട്ടിച്ചേർക്കുകയും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഒരു വ്യത്യസ്തമായൊരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒരുമിച്ച് ഒരു നാട് എന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ വാർഡ് ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ, ആ പാലുവായി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഹാർട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു മനസ്സാണ്. പക്ഷേ ഏത് പ്രയാസത്തിലും ഒരു സാധ്യത, അതല്ലെങ്കിൽ അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ടാവും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഈ 3 വാർഡുകളിലേക്കും, എൻ്റെ വാർഡ് വിഭജിച്ച് പോയ 3 വാർഡുകളിലേക്കും ഈ ഒരു കൾച്ചർ, പാലുവായിൽ നമ്മൾ രൂപം കൊടുത്ത കൾച്ചർ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പിന്നീട് നമ്മളതിനെ നോക്കിക്കണ്ടത്. ഇപ്പോൾ 10ാം വാർഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുന്നതല്ല, അത് ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനമാണ്. UDFിൻ്റെ തീരുമാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കണം എന്നും നിർബന്ധമല്ല. ഇനിയൊരു കൗൺസിലറായിട്ട് ഇരുന്നാൽ മാത്രമാണ് എൻ്റെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള ഒരു തോന്നലും എനിക്കില്ല. മുന്നണി സംവിധാനം അതല്ലെങ്കിൽ UDFിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനത്തിന് അനുസരിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിലും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൗൺസിലറായിരുന്നു മെഹ്റൂഫ് എന്ന് പറയുന്നത്. കാരണം നിരന്തരം വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. ഭരണസമിതിക്കെതിരെ സമരങ്ങൾ, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ സമരങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ മുന്നോട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ എങ്ങനെയൊക്കെയാണ്? ആ ജനങ്ങളാണ് 3 വാർഡുകളിലായിട്ട് സ്പ്ലിറ്റായി പോയിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒരു പക്ഷേ എൻ്റെ വാർഡിലായിരിക്കാം. കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്താൽ എൻ്റെ വാർഡിൽ ഞാൻ കൗൺസിലർ പദവി അവസാനിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നാടിൻ്റെ ഒരു ആദരവ് തന്നത്, അതൊക്കെ പുതിയ അനുഭവങ്ങളാണ് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച്. ജനാധിപത്യ രീതിയിൽ തന്നെ പുതുമുള്ള ഒരു സംഭവമാണ്. അത് അത്രയും സ്നേഹമാണ്. സത്യം പറഞ്ഞാൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഇയാൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ള ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനിൽ നിന്ന് മാറി ജനങ്ങളെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് എന്നേക്കാൾ നന്നായി എൻ്റെ നാട്ടിലുള്ള ആളുകൾ അത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. വലിയ പോസിറ്റീവാണ്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഈ 3 വാർഡിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുമ്പോൾ മെഹ്റൂഫിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള മോഹന വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ എന്തുറപ്പാണ് വോട്ടർമാർക്ക് കൊടുക്കുന്നത്? ജനങ്ങളോടൊപ്പം എന്നുണ്ടാവും എന്നുള്ള ഉറപ്പാണോ? അല്ല, അത് ടിപ്പിക്കൽ നമ്മൾ ഏത് ഒരു ഫ്ലെക്സ് എടുത്ത് നോക്കിയാലും ഏത് സ്ഥാനാർത്ഥികളും പറയുന്നതാണ് എന്നും കൂടെ ഉണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും. അതൊക്കെ ഒരു, ഞാൻ അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ 5 വർഷം മുന്നേ വരുന്ന സമയത്തും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 8 പേജുള്ള ഒരു പ്രകടന പത്രിക, എൻ്റെ ചിന്തകൾ, ഞാനൊരു ആസ് എ വോട്ടർ എന്ന രീതിയിൽ ഞാൻ കാണുന്ന, എനിക്ക് ഒരു പൊളിറ്റീഷ്യൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നെ നയിക്കുന്ന പൊളിറ്റീഷ്യൻ, അതിനനുസരിച്ച് ചിന്തിച്ച് ഞാൻ രൂപം കൊടുത്തൊരു സംവിധാനം, അതിൻ്റെ ഒരു 100 ടൈംസിലേക്ക് നമുക്ക് കയറാൻ പറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ 16 പേജുള്ള എൻ്റെ ഒരു പ്രകടന പത്രിക കൊടുക്കുന്നുണ്ട്. അതിലെൻ്റെ ആശയങ്ങളുണ്ട്, എൻ്റെ സഹപ്രവർത്തകരുടെ ചിന്തകളുണ്ട്, കഴിഞ്ഞ 5 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്ത ആ സക്സസ് സ്റ്റോറി ഉണ്ട്, അതിനകത്ത് ഇടറി വീണ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം രൂപം കൊടുത്തിട്ടാണ് ഞാൻ പുതിയ ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുന്ന ഈ ഒരു പത്രിക. ഇതിനകത്ത് 16 പേജിൽ 15 പേജും കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ പ്രവർത്തന റിപ്പോർട്ടാണ്. ഒരൊറ്റ പേജിലാണ് പുതിയ വാർഡിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നത്.
ഇപ്പോൾ ഈ പുതിയ പ്രകടന പത്രിക പ്രകാരം ഇപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട 2 പദ്ധതികൾ പറയാമോ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരുന്ന പുതുശ്ശേരിപ്പാടം എന്ന് പറയുന്ന വാർഡ് ഞാൻ നോക്കി കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു നഗരസഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉള്ള സ്ഥലമാവണം എന്നുള്ളതാണ് എല്ലാ വാർഡുകളും. പക്ഷെ അവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല. ഈവൺ ഒരു അംഗൻവാടി പോലും ഇല്ല. റോഡുകൾ കറക്റ്റല്ല. നിങ്ങൾ കരുവാമ്പടി പോകുന്ന കോതകുളങ്ങര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പോകുന്ന റോഡുകളാണെങ്കിലും കർണങ്കോട്ട് ബസാർ എന്ന് പറയുന്ന ആ വാർഡുമായി ബന്ധപ്പെട്ട് പോകുന്ന റോഡുകളാണെങ്കിലും ഉൾവഴികളാണെങ്കിലും എല്ലാം വളരെ മോശമാണ്. ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. എൻ്റെ വാർഡിൽ പോലും ഏറ്റവും മനോഹരമായിട്ട് എല്ലാ റോഡുകളും ഭംഗിയാക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ വലിയ താഴെത്തട്ടിൽ നിന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. അവിടെ ഒരുപാട് എഫേർട്ട് ഇടേണ്ട ഒരു സ്ഥലമാണ്. ഏതൊരു പ്രദേശത്തിനും ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. 46 വാർഡുകളിലേക്ക് ഗുരുവായൂർ നഗരസഭ മാറും. 46 വാർഡിൽ നിന്നും ആ നഗരസഭയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നുണ്ടാവണം. നേടിയെടുക്കാൻ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമൊന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. നമ്മളെ കാഴ്ചപ്പാടാണ്. നമ്മളെ കാഴ്ചപ്പാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചതിന് ശേഷം എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് എൻ്റെ പാർട്ടി പോലും ഏതാന്ന് പോലും മനസ്സിലാവാറില്ല. അറിയില്ല. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അത് അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. ഒരു കാര്യവും എൻ്റെ വാർഡിലുള്ള ജനങ്ങൾ അറിയാതെ ഞാൻ ചെയ്യാറില്ല. അവരുടെ സമ്മതം വാങ്ങിക്കാതെ ചെയ്യാറില്ല. എത്ര കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന 85% ഓഫ് നമ്പറാണ് എൻ്റെ പഴയ 10ാം വാർഡിലുണ്ടായിരുന്നത്. വലിയ സന്തോഷമാണത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും പുതുശ്ശേരിപ്പാടം എന്ന പുതിയ 10ൽ. ഇപ്പോൾ പുതുശ്ശേരി പാടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കഴിഞ്ഞ കൗൺസിലിൽ ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് മാലിന്യ പ്രശ്നങ്ങൾ, ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു 3 വാർഡുകളിലെ പുതുശ്ശേരിപ്പാടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ മാലിന്യം നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം. അതിന് അന്ന് ശക്തിയുക്തം എതിർത്ത ഒരു കൗൺസിലർ 2-3 പേരായിരുന്നു. അതിലൊന്ന് ശ്രീ മെഹറൂഫായിരുന്നു. അപ്പോൾ ഇതിന് നമുക്കൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം കൂടി നമ്മൾ നിർദ്ദേശിക്കേണ്ടതല്ലേ? കാര്യം ജനങ്ങളുടെ ഭീതി നമുക്ക് അന്ന് അകറ്റാനായിട്ട് കഴിഞ്ഞു. നഗരസഭ ആ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ പുതിയൊരു ഭരണസമിതി വരുമ്പോൾ നമുക്കതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ കഴിയേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചിന്ത? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിനെ കുറിച്ച് പഠിക്കുമ്പോൾ 3.5 കോടി ജനങ്ങൾ ഒരു വർഷത്തിൽ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒരുമിച്ച് വരുന്നതാണ്. തീർത്ഥാടകരാണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യേണ്ടതാണ്. നാടിൻ്റെ ഒരു പൈതൃകമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവരെ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ ഇവർ വരുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു സംവിധാനം കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. അതിന് ദീർഘവീക്ഷണം വേണം. മറ്റ് പല ചെറിയ സ്ഥലങ്ങൾ, വളരെ ഡെൻസിറ്റി കൂടുതലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള സ്ഥലങ്ങളും ഈ വിഷയത്തിനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നഗരസഭാ സംവിധാനത്തിനപ്പുറത്ത് ഇതൊരു കേന്ദ്ര സംസ്ഥാന പരിഗണന വളരെ സീരിയസ് ആയിട്ട് വേണ്ട ഒരു വിഷയമാണ്. അതിന് കാഴ്ചപ്പാടുള്ള ഒരു സംവിധാനം ഭരണസമിതി വന്നാൽ മാറ്റങ്ങളുണ്ടാകും. പിന്നെ ഈ 3 സ്ഥലത്തേക്ക് വന്ന മാലിന്യ വിഷയങ്ങൾ അത് നീതിപൂർവമായിരുന്നില്ല. പുതുശ്ശേരിപ്പാടാവട്ടെ, ചക്കങ്കണ്ടാവട്ടെ, മന്നിക്കരാവട്ടെ, അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ നമ്മൾ നോക്കിക്കാണും. ഇപ്പം തന്നെ ചക്കങ്കണ്ടം ഗുരുവായൂർ വരുന്ന സകല മാലിന്യങ്ങളും പേറുന്നൊരു സ്ഥലമാണ്. നമ്മൾ എത്രയൊക്കെ മനോഹരമാക്കി നിർത്തിയാൽ പോലും ഓരോ സെക്കൻഡിലും ചക്കങ്കണ്ടത്തേക്ക് വരുന്ന മാലിന്യത്തിൻ്റെ കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്രയുണ്ട്. ആരും ഇത് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. നല്ല ആശയം, നല്ല കാഴ്ചപ്പാടുള്ളൊരു സംവിധാനം വന്നാൽ ഇതിനൊക്കെ മാറ്റം വരും. നഗരസഭാ കൗൺസിലിൽ ഞാൻ ഭരണസമിതി എടുക്കുന്ന നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. നല്ല ആശയങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റേതായ രീതിയിൽ എൻ്റെ ആശയങ്ങൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഈ വിഷയത്തിൽ നഗരസഭയ്ക്ക് ശക്തമായ എതിർപ്പിൽ നിന്നൊരാളാണ് ഞാൻ മാത്രമല്ല, നഗരസഭയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ശ്രീ RV ഷെരീഫ് അടക്കം ഇതിനകത്ത് CPM കൗൺസിലറാണ്. ഇതിനകത്ത് അതിശക്തമായ പ്രതിഷേധം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോർ കമ്മിറ്റി യോഗങ്ങളിൽ വളരെ ശക്തമായ എൻ്റെ അഭിപ്രായം, ഇതിനോട് വിയോജിപ്പുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സെയിം നമ്മൾ അതിൻ്റെ ജനകീയ സമരസമിതിയുടെ മുന്നിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും കൂടെ നിന്നിട്ടുണ്ട്.
അത് സക്സസ് ആണ്. 3 വാർഡിലും അത് മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിന് ഞാൻ പറയുക ഈ വിഭാഗത്തിൻ്റെ മാത്രം ഒരു വിജയമല്ല, ആ നാട്ടിലെ ജനങ്ങളെടുത്ത ഒരു തീരുമാനമാണ്. ചക്കങ്കണ്ടത്താവട്ടെ അസാധാരണ വാർഡ് സഭ ചേരുന്നു, 3 വാർഡിലും അത്തരത്തിലൊരു സംവിധാനം വരുന്നു, മന്നിക്കരയിലൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭം വരുന്നു. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ ഒരുമിക്കുമ്പോൾ നല്ലതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതിൽ നിന്ന് പഠിക്കുന്നൊരു പാഠമുണ്ട്. ജനങ്ങൾ സത്യസന്ധമായ രീതിയിലേക്ക് വന്നാൽ ഭരണാധികാരികൾ വീണ്ടും ചിന്തിക്കും. ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അതാത് പ്രദേശത്തെ ജനങ്ങളാണ്. ആ ജനങ്ങളെ അവരെ ലിഫ്റ്റ് ചെയ്യുക, അവരെ കോൺഫിഡൻസ് ലെവൽ ലിഫ്റ്റ് ചെയ്യുക, അവരുടെ ജീവിത നിലവാരം ലിഫ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. ഈ പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ നഗരസഭാ തലത്തിലൊക്കെ ഉണ്ടാവുന്ന നല്ല വീക്ഷണം അല്ലെങ്കിൽ നല്ല വിഷൻസ് ഒക്കെയാണ് നമുക്ക് ഒരു നല്ലൊരു ഗുരുവായൂരിനായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുക. ഫണ്ടൊന്നുമല്ല എന്നാണ് പറയുന്നത്. രണ്ടും വേണം ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അതിശക്തമായ രീതിയിൽ ഡെൻസിറ്റി കൂടുകയും കുറച്ച് കഴിഞ്ഞാൽ ശാന്തമാവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. വേറെ നമുക്ക് ഗുരുവായൂർ അമ്പലം മാറ്റി നിർത്തിയാൽ നമുക്ക് പറയാൻ ഗുരുവായൂരിൽ പറയത്തക്ക കാര്യങ്ങളില്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് ആ ഒരു സംവിധാനം അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ശ്രമങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് എടുക്കാം. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലും പിന്തുണ ഗുരുവായൂരിനുണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നമ്മൾ പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. കാരണം ഇങ്ങനെയൊന്നുമല്ല ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഗുരുവായൂർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും റവന്യൂ ഉള്ള നഗരസഭയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. ജനങ്ങൾ വന്ന് ആഘോഷിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി മനസ്സമാധാനത്തിൽ പീസ്ഫുള്ളായ ഒരു മൈൻഡ് സെറ്റിൽ പോകാൻ പറ്റുന്ന ഒരു പ്രദേശമാക്കി മാറ്റാൻ പറ്റും ഗുരുവായൂരിനെ. ഒരു പക്ഷേ കേരളത്തിനപ്പുറത്ത് വിദേശത്തു നിന്ന് പോലും നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിൽ ഇത് മാറ്റാൻ പറ്റും. കാരണം ഒത്തിരി ആളുകളുടെ ഒരു വലിയ ആരാധനാ കേന്ദ്രമാണ് ഗുരുവായൂർ. നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് അതിനത്ര പ്രാധാന്യം തോന്നാത്തവരുണ്ടാവാം. പക്ഷേ അത് അങ്ങനെയല്ല. അതിനെ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ ദേവസ്വത്തിൻ്റെ സപ്പോർട്ട് വേണം, ജനങ്ങളുടെ സപ്പോർട്ട് വേണം, ഈ ഒരു സംവിധാനം അവിടെ നയിക്കുന്ന ഭരണസമിതിയുടെ സപ്പോർട്ട് വേണം. അങ്ങനെ വന്നാൽ വലിയ വിപ്ലവം ഉണ്ടാവും ഗുരുവായൂരിനെ സംബന്ധിച്ച്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സംശയമാണ്, ഇപ്പോൾ ഒരു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ നഗരസഭയുടെ ഒരു തുച്ഛമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ഗുരുവായൂരിനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാക്കി നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളത്. എന്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ധാരാളം പദ്ധതികൾ, അമൃത് പദ്ധതി പോലുള്ള പദ്ധതികളൊക്കെ വരുന്നുണ്ട്. ഒരു നഗരസഭയുടെ പങ്ക് എന്താണ്? അല്ലെങ്കിൽ ഒരു നഗരസഭ കൗൺസിലർമാരുടെ അല്ലെങ്കിൽ കൗൺസിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട്? നഗരസഭ പിവറ്റൽ റോളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് പോകുന്നത്. അവിടെ നിന്ന് ഫണ്ട് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ അത് മാത്രമല്ല, നഗരസഭ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇവിടെ വന്ന പല അമൃത് പദ്ധതികളുടെയും വലിയ ഒരു ഷെയർ, മേജർ ഷെയർ എന്ന് പറയുമ്പോൾ 50% സെൻട്രൽ ഗവൺമെൻറ്റും 20-30% ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റും, ബാക്കി വരുന്നത് നഗരസഭയാണെന്നാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. പക്ഷേ ലാൻഡ് കൊടുക്കുന്നത് നഗരസഭയായിരിക്കും. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നഗരസഭയായിരിക്കും അതിൻ്റെ മെയിൻ ഇൻവെസ്റ്റർ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റവന്യൂ കുറവാണ്. റവന്യൂ കുറവാകുന്നതിൻ്റെ കാരണം കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ആളുകളുടെ നികുതി ഭാരം കൂട്ടിക്കൊണ്ടല്ല റവന്യൂ കൂട്ടേണ്ടത്. ആ കാഴ്ചപ്പാടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആളുകൾക്ക് കൂടുതൽ ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് ആളുകളുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിലേക്ക് ഫണ്ട് വരിക എന്നുള്ളതാണ് എന്നെ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാട്. അത് ആശയപരമായിട്ടുള്ള വിഷയമാണ്, കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഒരു പുതിയൊരു വീക്ഷണത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ രാഷ്ട്രീയ സംവിധാനത്തോടും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളോടൊക്കെ പുതിയ തലമുറ ഒന്ന് വിമുഖത കാണിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാവണം എന്നൊക്കെ കൃത്യമായിട്ട് നിലപാട് പറയുകയും ചെയ്യുന്നുണ്ട്. യൂത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്? യൂത്തിനെ വളരെ ഗവൺമെൻറ്റും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഇഗ്നോർ ചെയ്യുന്നു എന്ന് ഞാൻ പറയും. കാരണം അവരുടെ വേവ് ലെങ്ത്തിലല്ല പുതിയ കുട്ടികൾ. അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തെ വേവ് ലെങ്ത്തിൽ സഞ്ചരിക്കുന്ന ഒരു വലിയ തലമുറ ഇന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അവർ ചിന്തിക്കുന്ന രീതി മാറാൻ അവർ തയ്യാറല്ല. കാരണം അവരുടെ യൂസ്ഡ് ആണ് അത്, ആ ഒരു സിസ്റ്റം. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ പലപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ അങ്ങനെ ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഇവിടെ കുട്ടികളില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഏത് കുട്ടികൾക്കാണ് നമ്മളെ നാട്ടിൽ നിൽക്കാൻ താല്പര്യം? എല്ലാ കുട്ടികളും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നു.
സ്വാഭാവികമായിട്ടും കുറേ കഴിഞ്ഞാൽ ആ കുട്ടികൾ വിദേശത്ത് സെറ്റിലാവും. ആ കുട്ടികളുടെ തലമുറ അവിടേക്ക് മാറും. ഇത് പഠിക്കണം. ഇത് പഠിച്ച് മനസ്സിലാക്കി ഇന്നത്തെ സർക്കാർ കുട്ടികൾക്ക് വേണ്ടി കൃത്യമായൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കണം. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയം ആവശ്യമാണ്. അതിന് ഇപ്പോഴും നമ്മൾ ഈ പൈങ്കിളി വിഷയങ്ങളിലും മറ്റ് പല വിഷയങ്ങളിലും മുഖ്യധാരയിൽ നിൽക്കുന്ന രാഷ്ട്രീയം സംസാരിക്കുന്നത് കാണുമ്പോൾ പരമദയനീയമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഈ പുതിയ തലമുറയെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. എല്ലാ വീടുകളിലും ഇന്ന് സീനിയറായിട്ടുള്ള ആളുകൾ മാത്രമായി മാറുന്നു. ഒരു 10-20 വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ പ്രായമുള്ള ആളുകളുടെ വലിയൊരു സമൂഹമായി മാറുന്നു എന്നുള്ളതാണ്. ഇത് പഠിക്കണം. ഇതിലേക്ക് രാഷ്ട്രീയ ചിന്താഗതി മാറണം. പുതിയ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ, വഴക്കുകൾ, മതപരമായ ഭിന്നിപ്പുകൾ ഇതിനകത്തൊന്നും പുതിയ കുട്ടികൾക്ക് താല്പര്യമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു പ്രദേശത്ത്, വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു പ്രദേശത്ത് ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഞാൻ പറയാം. ഇപ്പോൾ പ്രചരണ പരിപാടികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതുവരെ പ്രവർത്തിക്കാത്ത മറ്റൊരു വാർഡാണ് ഇത്തവണ തിരഞ്ഞെടുത്തിട്ടുള്ളത്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരത്തെ നേരിടുന്നത്. മുൻപും UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരത്തെ നേരിട്ടത്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു കോൺഗ്രസ് പശ്ചാത്തലമില്ല, പ്രവർത്തകനാണ്, എന്നാൽ മെമ്പർഷിപ്പോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ തവണ, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് UDF താങ്കളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഞാൻ പഠിക്കുന്ന കാലത്ത് KSUവിൻ്റെ ക്ലാസ് ലീഡറായിട്ടാണ് എൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിലേക്കുള്ള എൻട്രി. അതിനുശേഷം പിന്നെ ഞാൻ ആ സൈഡിൽ ഒട്ടും വന്നിട്ടില്ല. എൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും എൻ്റെ ലൈഫുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുമായിരുന്നു. സ്ഥിരമായി തോൽക്കുന്ന വാർഡായിരുന്നു UDF 10ാം വാർഡ്, പഴയ 10. എന്നെ ഒരു പരീക്ഷണം പോലെ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു UDFൻ്റെ സ്വതന്ത്രനായി മത്സരിക്കാൻ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അത് ജനങ്ങൾ സ്വീകരിച്ചു, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷം ഓരോ മാസം കഴിയുമ്പോഴും എൻ്റെ വാർഡ് ഒരു കുടുംബം എന്ന രീതിയിൽ ഭയങ്കര സ്ട്രോങ് ആയി തുടങ്ങി. ഇപ്പോൾ പുതിയ വാർഡ് എന്നൊരു തോന്നൽ എനിക്കില്ല, കാരണം എൻ്റെ തൊട്ടാണ് കിടക്കുന്നത്. പിന്നെ ഈ വാർഡിൽ നിന്നൊരു പോർഷൻ അവിടേക്കും പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാർഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഭയങ്കര രസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാർഡിനകത്ത് 5 സ്ഥാനാർത്ഥികളുണ്ട്. ഒരു സദ്യ കഴിക്കാൻ പോകുന്ന പോലെയാണ് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ഓരോ സ്ഥാനാർത്ഥികൾ വരുന്നു, എല്ലാ ദിവസവും അവരുടെ ആശയങ്ങൾ പറയുന്നു. ഇത് വോട്ടർമാർക്കും ഭയങ്കര രസമായിരിക്കും, കാരണം 5 വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഒരു ഭാഗ്യം അവർക്കുള്ളൂ. അപ്പം അത് അവരും ആസ്വദിക്കട്ടെ, ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട്. കാരണം 5 സ്ഥാനാർത്ഥികൾ വരുന്നു, അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നുന്ന ഒരാളെ അവർ സെലക്ട് ചെയ്യട്ടെ. അത് ആ നാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറട്ടെ. ഈ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളായ ഈ കക്ഷി രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സ്വജനപക്ഷപാതമില്ലാതെ പ്രവർത്തിക്കുക, അതൊക്കെ മുന്നോട്ട് വെക്കുന്നതുകൊണ്ടാണോ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള കാരണം? ഞാൻ ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ അങ്ങനെ ഒരു സഞ്ചരിച്ചിട്ടുള്ള ഒരാളല്ല. എന്നേക്കാളും ഞാനൊക്കെ ഇവിടെ ഇരിക്കാൻ ഒരു കാരണക്കാരായിട്ട് നിൽക്കുന്നത് എൻ്റെ കൂടെ ഇപ്പം ഈ സ്ക്രീനിൽ കാണാത്ത കുറേ ആളുകളാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് ശരിക്കും ഇരിക്കേണ്ട ആളുകൾ അവരാണ്. ഇതൊരു നിമിത്തം പോലെയോ അതല്ലെങ്കിൽ ഒരു ദൈവാധീനം പോലെയോ ഒരു ബ്ലെസ്സിങ് പോലെയോ നമുക്ക് കിട്ടിയൊരു ചാൻസാണ്. ഞാനതിന് ഒരു പരിധിക്കപ്പുറത്ത് എനിക്ക് എല്ലാ പാർട്ടിയുള്ള ആളുകളെയും ഇഷ്ടമാണ്. ആരൊക്കെ നല്ലത് ചെയ്യുന്നുണ്ടോ അവരോടൊക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു കടുത്ത രാഷ്ട്രീയ ചിന്ത ഇല്ല എനിക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ജനങ്ങൾ ഇതുവരെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രവർത്തന നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. അവസാന പേജിൽ ഇനി നമ്മൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരണം, നിർബന്ധമായിട്ടും വരണം, ജനങ്ങൾ അത് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റിംഗ് ആണ് അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുള്ളത് 10 കാര്യങ്ങളാണ്. വായിച്ചു. ആ 10 കാര്യങ്ങളും ഒന്നും അതിനകത്ത് എനിക്ക് മാറ്റിവെക്കാനില്ല. കാരണം 400 കുട്ടികൾ പഠിക്കുന്ന സെയിൻറ്റ് ആൻ്റണീസ് സ്കൂളുണ്ട്. സാധാരണക്കാരായ കുട്ടികളാണ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കുട്ടികൾക്ക് പ്രചോദനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറ്റുമെന്നുള്ളത്. അവർ വളർന്നു വരുമ്പോൾ അവരുടെ മുറ്റത്ത് ഒരു ടർഫോ അതല്ലെങ്കിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം അതല്ലെങ്കിൽ കളിക്കാൻ അവർക്ക് പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവുക. കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് കുട്ടിക്കാലത്ത് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് ആ നാടിന് വേണം.
കാരണം ഒരു മാറ്റം ആ നാടിന് വേണം. അവിടെ മാലിന്യ പ്ലാന്റ് അല്ല വരേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രകാശനം ചെയ്തത്. ആ നാട്ടിലെ യുവാക്കൾക്കാണ് ഞാൻ കൊടുത്തത്. ഈ പ്രകടന പത്രിക ഞാൻ പ്രകാശനം ചെയ്യുന്നത് ആ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾക്കാണ്. അതൊരു ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അതിനകത്ത് കൂടെ ഞാനത് റിഫ്ലക്റ്റ് ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മൾ അവസാന ഘട്ടത്തിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്, വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാൻ അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രണ്ട് തരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ഉറപ്പിച്ചിട്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യും എന്ന് ഉറപ്പിച്ചിട്ടിരിക്കുന്ന ആൾ. മറ്റൊന്ന് ഇപ്പോഴും ആർക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അവരാണ് വിജയം നിശ്ചയിക്കുന്നത്. അത് അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോസ് ഉണ്ടാവണം, ഒരു കാരണം ഉണ്ടാവണം. നമ്മൾ ഒരു 5 വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസാണ് ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം. ഇനി അയാൾ അഗെയിൻ 5 വർഷം കാത്തിരിക്കണം അടുത്തൊരാളെ കിട്ടാൻ. അപ്പോൾ അവിടെ നമ്മൾ നന്നായി പഠിക്കണം, വോട്ടർമാരെ, സ്ഥാനാർത്ഥികളെ പഠിക്കണം, അവരുടെ ആശയങ്ങൾ പഠിക്കണം, അവരെന്താണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ വാർഡിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് സാധാരണ ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻസ് പറയുന്ന ലൈറ്റ്, ബൾബ്, റോഡ്, അതൊക്കെ ഒരു കൗൺസിലറുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട മിനിമം അത് അയാളുടെ ഡ്യൂട്ടിയാണ്. സേവനമാണല്ലോ രാഷ്ട്രീയം. അതിനപ്പുറത്ത് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള കൗൺസിലർമാർ വരണം, പുതിയ ആശയങ്ങളുള്ള കൗൺസിലർമാർ വരണം, എല്ലാ വാർഡിലും വരണം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർഡും ആ പ്രദേശം വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കും. വോട്ടറും ചിന്തിക്കണം, ഞാൻ എന്തിന് ഇയാൾക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് എന്തിനു വോട്ട് ചെയ്യണം. ഈ ജപ്പാനിലൊക്കെ ഉള്ള ചില സ്ഥലത്ത് 120 വയസ്സാണ് ചില ആളുകളുടെ ആയുസ്. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് രാവിലെ എണീക്കുമ്പോൾ അവർക്കൊരു കാരണം ഉണ്ടാവും, ഞാൻ ഇന്ന് എന്തിനാണ് എണീക്കുന്നത് എന്നല്ല. അത്രയും അപ്പോൾ ആ ഒരു അതനുസരിച്ച് അവരുടെ ബോഡിയിൽ വരുന്നൊരു മാറ്റമുണ്ട്. ഇതെൻ്റെ നാട്ടിലും കൊണ്ടുവരണം എന്നുള്ളതാണ്. ഞാൻ പ്രകടന പത്രിക ഇറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ നഗരസഭയിൽ ഇതുപോലെ ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അല്ലെങ്കിൽ നിങ്ങളെ അറിവിൽ ആരെങ്കിലും ചെയ്തതായിട്ട് അറിവുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇതിൽ ഞാൻ 16 പേജിലും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇതാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്വേഷമല്ല. ജനങ്ങളെ അവരുടെ രാഷ്ട്രീയം അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അവർ തിരഞ്ഞെടുക്കട്ടെ. ഏത് രാഷ്ട്രീയം എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്, അവരുടെ മുഖമുദ്ര അതാണ്. അപ്പോൾ അതിലാരാണോ നല്ലതിൻ്റെ ഒപ്പം നിൽക്കുന്നത് അതിലേക്ക് അവരൊക്കെ കൂടിച്ചേരട്ടെ. ഇതാണ് എൻ്റെ രാഷ്ട്രീയം. ജനങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എന്തിനു വേണ്ടി ഞാൻ വോട്ട് ചെയ്യണം. ഒരു നാടിൻ്റെ വികസനത്തെ തീരുമാനിക്കുന്നത് എപ്പോഴും വോട്ടർമാരാണ്, സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനങ്ങളാണ് ഒരു ജനപ്രതിനിധിനെ തിരഞ്ഞെടുക്കുന്നതും ആ നാടിൽ മാറ്റം വരുത്തുന്നതും. അതിന് നല്ലൊരു ജനപ്രതിനിധി വേണം, നല്ല വിഷനുള്ള, ജനങ്ങളെ മനസ്സിലാക്കുന്ന, നാടിനെ നല്ല രീതിയിൽ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന നല്ല ജനപ്രതിനിധികൾ വേണം. വിജയാശംസകൾ. നന്നായി വിജയിച്ച് കയറാൻ പറ്റട്ടെ. ജനങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കാം.